ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഉച്ചവരെ അല്ലേ, ഉച്ചവരെ ഒന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു ഓണം അനുബന്ധിച്ചുള്ളൊരു ക്ലീനിങ് ആണ്. അപ്പോൾ ക്ലീനിങ് ആണ് വിചാരിച്ചിട്ട് മൊത്തത്തിൽ നമ്മൾ അങ്ങോട്ട് ക്ലീനിങ് ചെയ്യണില്ല കേട്ടോ. പിന്നെ നമ്മുടെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു നേരമാണ് കേട്ടോ. ഒരു 10 മണി 10:30 ആയിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം നമ്മുടെ മുറ്റത്തുണ്ട്. ഇപ്പോൾ ഒരു 10 മണി 10:30 ആയപ്പോൾ നല്ലൊരു വെയിലൊക്കെ എറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ തുണികളൊക്കെ ഉണങ്ങാനുള്ളതൊക്കെ നമ്മൾ ഇതൊക്കെ വലിഞ്ഞ കുറച്ച് തുണികൾ കേട്ടോ, ഒന്ന് ചൂട് തട്ടിച്ചെടുക്കാനുള്ളതൊക്കെ നമ്മൾ പുറത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓണം അനുബന്ധിച്ചുള്ളൊരു ക്ലീനിങ് ആണെന്ന്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കർക്കിടക മാസത്തെ ക്ലീനിങ്ങിൽ നമ്മൾ റൂമാണെങ്കിലും കിച്ചണാണെങ്കിലും നല്ല രീതിക്ക് ഡീപ്പായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞൊരു മാസമായിട്ടുള്ളല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇപ്രാവശ്യം ഓണം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് കൂടുതലായിട്ട് നല്ല രീതിക്ക് ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യണില്ല. ഒക്കെ ഒന്ന് പൊടി തട്ടിയിട്ട് എടുത്ത് വയ്ക്കും. അന്ന് കർക്കിടക മാസത്തിൻ്റെ ക്ലീനിങ് ചെയ്തപ്പോൾ ഞാൻ ചെയറും സ്റ്റൂളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കുള്ളൂ. അതുപോലെ ഇതേമാതിരി നല്ല രീതിക്ക് പൊടിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെളി ഇടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ സോപ്പിട്ടിട്ട് കഴുകാറുള്ളൂ. ഇല്ല വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കർക്കിടക മാസത്തിൻ്റെ ക്ലീനിങ്ങിൽ ഞാൻ തുണി കൊണ്ട് നല്ലോണം തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നല്ല രീതിക്ക് അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നല്ല പൊടിയും കാര്യങ്ങളും ചളി കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട്, അതുകൊണ്ട് സൈഡാണെങ്കിലും ഇങ്ങനത്തെ സ്റ്റൂളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കെട്ടാണല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ തുണിയോട് തുടച്ച് നല്ല രീതിക്ക് ചളി പോരില്ല. അപ്പോൾ അങ്ങനെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യാനാണ് കേട്ടോ കരുതിയത്. ഒപ്പം നമ്മുടെ റിച്ചുട്ടനും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലത്തെ കുളി കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾ ഇതിലേക്ക് നിന്നിട്ടുള്ളത്. ഇല്ല വെച്ചാൽ ഇനി കുളി കഴിഞ്ഞാലും കുളി കഴിഞ്ഞിട്ടില്ലെങ്കിലും അവനെന്തായാലും എൻ്റെ കൂടെ കൂടും ചെയ്യും, അവൻ്റെ മേത്ത് ചളിയാവും ചെയ്യും. പിന്നെ ഇതെല്ലാം കൂടിയും കഴിഞ്ഞിട്ട് അവൻ്റെ കുളി കഴിയുമ്പോഴത്തേക്ക് കുറേ ടൈം എടുക്കും. അപ്പോൾ എന്തായാലും മേത്ത് വെള്ളമാക്കും എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ ഇവനോട് വെച്ച് കാണാൻ വെച്ചിട്ട് തന്നെ കേട്ടോ. അതുകൊണ്ട് പിന്നെ അവിടെ അടുത്തുള്ള ചേച്ചി ചോദിച്ചു, റിച്ചിട്ടും കുളിച്ചിട്ടാണ് നിൽക്കണമെന്ന് ചോദിച്ചാൽ. ഇല്ല ചില സമയം അത്രയും വൈകുകയാണല്ലോ. അപ്പോൾ പിന്നെ കുളി കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് കുളിക്കണമെന്ന് വെച്ചാൽ ഒരുപാട് സമയം വൈകും. അപ്പോൾ ഞാനും റിച്ചോട്ടനും ഞങ്ങൾ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. കൂടുതലായിട്ട് നമുക്ക് പ്രാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യണില്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 കർക്കിടക മാസത്തിൻ്റെ രീതിയിൽ 2-3 വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്തതാണ്. അപ്പോൾ ഇനി നമ്മൾ അത് വെച്ചിട്ട് തീരൊക്കെ ചെയ്യില്ല എന്നല്ല, നമ്മളെന്നും അടിച്ചു വാരി തുടച്ചിടുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അത്ര നല്ല രീതിക്ക് പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ നമ്മൾ എല്ലാ രീതിക്കും എല്ലാതും തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഈ വോയിസ് ഇടുന്ന വെച്ചാൽ എൻ്റെ വീട്ടിലാണ്. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഓണമല്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ വ്യാഴാഴ്ച ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ ഓണം അനുബന്ധിച്ച് ഡ്രസ്സ് എടുക്കാനൊക്കെ പോന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. കാരണം ഞാനും റിച്ചിട്ടനും ഒറ്റയ്ക്കാണ് കേട്ടോ അങ്ങോട്ട് പോന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അന്ന് ഡ്രസ്സ് എടുത്തിട്ട് അങ്ങനെ പോരുകയാണ്. അപ്പോൾ അവനെടുക്കലും പിന്നെ വീഡിയോ എടുക്കലും ഒക്കെ പാടൊന്നും നടക്കില്ല. അതുകൊണ്ട് എനിക്ക് ഒരു വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലുണ്ടായ ടൈമിലാണ്. അന്ന് തന്നെ ഈ ടേബിളും ഇതൊക്കെ ക്ലീൻ ചെയ്ത് പിറ്റേന്ന് ഞാൻ അടിക്കുകയും തുടക്കുകയും ചെയ്യുമ്പോൾ ആ ടൈമിൽ ഓരോന്നോരോന്ന് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതായത് ഈ ഒരു ക്ലീനിങ്ങോട് കൂടി തന്നെ നമ്മൾ ഓണ ക്ലീനിങ് ഇവിടെ അവസാനിച്ചിട്ടുണ്ടായിരിക്കും. വേറൊരു ക്ലീനിങ് വീഡിയോ അല്ലെങ്കിൽ ഓണമനുബന്ധിച്ച് നമുക്ക് വേറെ ക്ലീനിങ് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. സംഭവം ചെയ്തിട്ടുണ്ട്, പക്ഷേ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല. കാരണം ഓരോരോ സാഹചര്യത്തിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഓരോന്നും ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ മഴയായിരിക്കും, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകണ ഇടയിൽ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് യാത്രകളും കാര്യങ്ങളും ഓരോരോ കാര്യത്തിന് ഓരോന്ന് പുറത്തേക്ക് പോക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോന്നിന് വോയിസിന് കൊടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ടൈം വൈകിട്ടുണ്ട്. നമ്മൾ വ്ളോഗായിട്ട് എടുക്കണമെന്ന് വിചാരിക്കുമ്പോഴും എനിക്ക് ഈ റിച്ചുട്ടനെ വെച്ചിട്ട് എടുക്കൽ ഇപ്പോൾ നടക്കണില്ല. എന്താണെന്ന് അവന് പഴയമാതിരി നിന്ന് തരുന്നില്ല. ഇല്ല വെച്ചാൽ ഓന് കുറുമ്പ് കാട്ടി മണ്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആവും. ഇല്ല വെച്ചാൽ അലമ്പായിരിക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ട്
അപ്പോൾ വീഡിയോസ് എടുക്കാൻ കഴിയണില്ല കേട്ടോ. എന്നാലും എടുക്കണില്ല എന്നല്ല, പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അവനെടുത്തിട്ട് എനിക്ക് വീഡിയോസ് എടുത്ത് നടക്കൽ ബുദ്ധിമുട്ടാണ്. വീട്ടിൽ നമ്മൾ ട്രൈപോഡ് വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് അങ്ങനെ എടുക്കണ എനിക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ അവന് ഞാൻ എടുക്കണം, ഫോണും പിടിക്കണം ഒക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇല്ലാച്ച കുട്ടി ഒന്നും കൂടി വലിയതായിട്ട് നല്ല രീതി അവനെ ഒറ്റയ്ക്ക് നടക്കണേയും അല്ലെങ്കിൽ പറഞ്ഞ അങ്ങനത്തെ കേൾക്കണൊരു ഇതാണെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അവനെ തന്നെ എനിക്ക് നോക്കണം പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോണും കൂടി യൂസ് ചെയ്ത് വ്ളോഗ് എടുക്കൽ നടക്കലില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് യാത്രകളും കാര്യങ്ങളായിട്ട് ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റാത്തതുണ്ട്. നമ്മൾ ഈ ക്ലീനിങ് ഞാൻ ഓരോ ദിവസം കുറച്ചിച്ച് അങ്ങനെയാണ് ചെയ്തു പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടേബിൾ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കസേരയും സ്റ്റൂളാണ് കേട്ടോ. അപ്പോൾ അതും തന്നെ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് സെൻറ്ററിൽ കൂടെയും അങ്ങനത്തെ ഈ ഇതുണ്ടാവുമല്ലോ ചാലും കാര്യങ്ങളൊക്കെ, അങ്ങനെ അത് കൂടെയൊക്കെ നമ്മൾ അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കഴുകിയത്. ഒപ്പം റിച്ചിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇപ്പം തന്നെ മൂപ്പര് ഒരുവിധം നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇതൊക്കെ പാടെ കഴിഞ്ഞിട്ട് ഇനി അവൻ്റെ ഡ്രസ്സ് മാറ്റി കൊടുക്കണം. അപ്പോൾ അങ്ങനെ കരുതിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇപ്രാവശ്യം ഓണമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമുക്കൊന്നിനും ഒരു ഉഷാറും കാര്യങ്ങളും ഇല്ലാത്തത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഡീപ്പ് ക്ലീനിങ്ങും ഒരു കാര്യത്തിനും പോവാത്തത്. എല്ലാ വെച്ചാൽ നമുക്ക് ഓണം ഉണ്ട് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷവും ആ ഒരു എന്താ പറയുക, പൂക്കളിടാനാണെങ്കിലും ഏതൊരു കാര്യത്തിനും നല്ലൊരു ഉത്സാഹവും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഓണം ഉണ്ടായിട്ടുണ്ട്. അതിന് മേലത്തെ വർഷം ഒരു 2-3 വർഷം അടുപ്പിച്ച് ഞങ്ങൾക്ക് ഓണവും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വർഷം ഇപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ ഓണാണ്. അപ്പോൾ ഇതും ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വല്യച്ഛൻ മരിച്ചിട്ട് 1 കൊല്ലമായിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഓണം ഇല്ലാത്തതും. പിന്നെ അവിടെ വേങ്ങൂരുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ വീട്ടിലേക്ക് 3 ഓണത്തിനോ 4 ഓണത്തിനോ തിരിച്ച് പോരും ചെയ്യും കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ടാണ് ഈ വോയിസ് കൊടുക്കുന്നത് ഈ ഒരു വ്ളോഗിനും. ഇപ്പോൾ 2-3 വീട്ടിലെത്തിയിട്ട് 3-4 ദിവസമായിട്ട് ഓരോരോ പണി കൂടെയായിരുന്നു. അതുകൊണ്ടാണ് ഇതിനും വോയിസ് കൊടുക്കാനും ഒക്കെ ഇത്രയും വൈകിയത്. ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് എടുത്താൽ തന്നെ വോയിസ് കൊടുക്കാനും 3-4 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പറ്റാറുള്ളൂ കേട്ടോ. വീഡിയോസ് എടുക്കാൻ തന്നെ എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റാത്തൊരു അവസ്ഥയും പിന്നെ അതിന് വോയിസ് കൊടുക്കാനും തന്നെ കുറച്ച് ദിവസങ്ങൾ താമസിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. കാരണം ഒന്നല്ല റിച്ചൂട്ടിന് ഉറങ്ങി കിട്ടണം, പിന്നെ ഒരു എണീച്ച പിന്നെ അവരെ പിന്നാലെ നടക്കേണ്ട കഥയാണ്. ഇപ്പോൾ പഴയമാരൊന്നും നല്ല വികൃതിയും കാര്യങ്ങളും കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ദിവസം അങ്ങനെ നീളുകയാണ്. ഇനിയിപ്പോൾ ഓണവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഓണാഘോഷങ്ങളൊന്നുമില്ല, പക്ഷേ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. ഇവിടെ ഓണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കഴിയുന്ന പോലെയൊക്കെ വീഡിയോസും കാര്യങ്ങളും എടുക്കണം എന്നൊക്കെ ഉണ്ട്. എങ്ങനെ ഏതാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ രാവിലെ ആദ്യം തന്നെ തോരിട്ട തുണികൾ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. കാര്യം ഇത് കുറച്ചൊക്കെ വലിഞ്ഞ തുണികളാണ്, ഒന്ന് ചൂട് തട്ടി എടുക്കാമെന്നുള്ളത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ വലിഞ്ഞിട്ടുണ്ട്. കുറച്ച് തുണികൾ അലക്കിയത് നമ്മൾ അവിടെ ബക്കറ്റിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പുതപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വലിഞ്ഞത് എടുത്തിട്ട് ഇനി അലക്കിയ തുണികളും കൂടി തോരിടണം. അപ്പോൾ വല്ലാതെ കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ ലെങ്ത്തുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഈ വീഡിയോസിലില്ല. ഈ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോസിലെന്ന് പറയണത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ നമ്മളുടെ ഓണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും പങ്കുവെക്കണമെന്നുണ്ട്. സാഹചര്യം പോലെ അല്ലെങ്കിൽ എല്ലാവരും ഓരോരോ വീഡിയോസും കാര്യങ്ങളും ഓണപരിപാടികളും കാണുമ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പണ്ട് ഷോപ്പിലായിരുന്ന ടൈമിലൊക്കെ ഇതിന് മുന്നേ വർക്ക് ചെയ്യുന്ന ടെക്സ്റ്റൈൽസിലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ആയിരുന്ന ടൈമിലൊക്കെ നമുക്ക് ഓണവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആഘോഷിക്കും കാര്യങ്ങളും ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്, നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ഫോട്ടോസും കാര്യങ്ങളും ഓരോരുത്തരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ച് കാണുമ്പം എന്ത് പറയുക, ഇനി 1-2 കൊല്ലം 3-4 കൊല്ലമൊക്കെ കഴിഞ്ഞിന് നമുക്കും എന്തിനേലൊക്കെ പോകാനും ഇരിക്കാനും കഴിയുള്ളൂ. റിച്ചൂട്ടിനൊരു സ്കൂൾ ടൈമൊക്കെ ആയിട്ടേ നമുക്ക് എന്തിനും പുറത്തേക്ക് പോകാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാതും കഴുകി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ടേബിൾ ഉള്ളിലേക്ക് കൊടുന്നിട്ട് വെക്കണം. എന്നാൽ തന്നെ കുറേ നേരമായിട്ട് നമ്മൾ ടേബിൾ ഇപ്പോൾ വെയിലെറിച്ചപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ അതിന്മേൽ ഉണങ്ങിയ തുണികളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനതൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കൊണ്ടുവരട്ടെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ റിച്ചൂട്ടൻ്റെ കഞ്ഞികൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ടൊന്നുമില്ല, അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ കുറച്ച് നേരം നമ്മൾ റൂമിൽ തന്നെ കളിക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒക്കെ ഒന്ന് സെറ്റാക്കി നേരാക്കി വെച്ചിട്ടോ. ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് ഓരോ ടൈം കിട്ടുന്നതനുസരിച്ച് അങ്ങനെ കുറച്ച് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
എന്തോ കഴിഞ്ഞ പ്രാവശ്യം കർക്കിടക മാസത്തിലാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഞാൻ എടുത്ത ക്ലീനിങ് വീഡിയോസൊക്കെ ഒന്നിച്ച് അങ്ങനെ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പഴയമാതിരി എടുക്കാനും ഇരിക്കാനും കഴിയുന്നില്ല. നമ്മൾ അങ്ങനെ ഒരു പട്ടിപ്പണി എടുത്താൽ നമുക്ക് ആകെ ഒരു ക്ഷീണവും കാര്യങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്നിച്ചെടുക്കാൻ പഴയമാതിരി എടുക്കാൻ കരുതിയിട്ടില്ല. ഞാൻ പിന്നെ ചെറിയ ചെറിയ വ്ളോഗിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ട് വ്ളോഗ് എടുക്കണം എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഓരോ യാത്രകളും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ വരവുകൊണ്ട് എനിക്കൊക്കെ പാടെ എത്തിക്കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗായിട്ട് ഇതുവരെ അടുത്തുള്ള പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ക്ലീനിങ്ങൊന്നും എടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ തുണികൾ ഉണങ്ങിയത് നമ്മൾ ഉള്ളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കി വെക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.